കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചന ഈ എക്സിറ്റ് പോളുകൾ ഒരെണ്ണം ഒഴികെ ബാക്കി ഒന്നും നൽകുന്നില്ല. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു തരംഗത്തിൻ്റെ സൂചനയില്ല. എന്നാൽ ഭരണമടുപ്പ് യഥാർത്ഥത്തിൽ ഈ വോട്ടെടുപ്പിൽ പ്രകടമാകുന്നുണ്ട് എന്നുള്ളതാണ് എക്സിറ്റ് പോൾ പറയുന്നത്. അപ്പോൾ ഭരണമടുപ്പ് എന്നുള്ളത് അധികാരം മാറ്റാനുള്ള ഒരു വോട്ടായിട്ട് സ്ത്രീകൾ വോട്ട് ചെയ്യുമോ, ജെൻസി വോട്ട് ചെയ്യുമോ എന്നൊരു വലിയ രാഷ്ട്രീയ ചോദ്യമുണ്ട്. കാര്യം സ്ത്രീകൾ എപ്പോഴും വോട്ട് ചെയ്യുന്നത് വൈകാരികമായിട്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ അവരെ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആൾക്കാരെയല്ല. കാര്യം ഇപ്പോൾ ഒരു സഹതാപത്തിനൊക്കെ ഉണ്ടായ സ്ത്രീകൾ വോട്ട് ചെയ്യും എന്ന് പറയുന്നത് അത് പുരുഷന്മാർ വോട്ട് ചെയ്യും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വൈകാരികം ചിലപ്പോൾ സ്ത്രീകൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരെന്നാണ് എൻ്റെ പക്ഷം. അവരുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ വോട്ടായിട്ട് പ്രതിഫലിക്കും. പുരുഷന്മാരുടെ കാര്യത്തിൽ മതം സമുദായമൊക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുമ്പോഴും സ്ത്രീകളുടെ വോട്ടർമാരുടെ ഇടയിൽ ദൈനംദിന ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ തീരുമാനത്തിന് കാരണമാകും. അവരുടെ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലുള്ള സുരക്ഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീട്ടിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ടോ, കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളാണ് സ്ത്രീ വോട്ടർമാരുടെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ, ഇലക്ട്രിസിറ്റി ബില്ല്, ജലലഭ്യത തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് സ്ത്രീകൾ ഞാൻ പറഞ്ഞു തീർത്തില്ല. അത് പറഞ്ഞു തീർക്കുന്നതിനും അത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ അർത്ഥം വരും. അതായത് വളരെ റിയലിസ്റ്റിക് ആയിട്ടൊരു തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തെ സമീപിക്കുമ്പോൾ സ്ത്രീ വോട്ടർമാരും പുരുഷ വോട്ടർമാരും യങ് വോട്ടർമാരും ഒക്കെ വോട്ടിനെ സമീപിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പഠനങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് കോട്ട് ചെയ്യുന്നത് സ്കോട്ട് CDS നമ്മുടെ CSDS സർവേ പ്രകാരം സ്ത്രീ വോട്ടർമാർ എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്ത് സ്ത്രീ വോട്ടർമാർ നിശ്ചയമായും സർക്കാരിനെതിരെ വോട്ട് രേഖപ്പെടുത്തും. ഒഡീഷയിൽ സ്ത്രീ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നതിനാണ് ശുചിമുറികൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അവരുടെ പെൺകുട്ടികൾക്ക് മാനത്തോടു കൂടി നിങ്ങൾക്ക് ശുചിമുറിയിൽ പോകാൻ പറ്റുന്നു. ഒഡീഷയിൽ വലിയ രീതിയിൽ BJPക്ക് അന്ന് ആ സമയത്ത് ലോക്സഭയിൽ BJPക്ക് അനുകൂലമായിട്ട് വോട്ടുണ്ടായപ്പോൾ വന്ന പഠനങ്ങളൊന്നാണ്. ഒഡീഷയിൽ നവീൻ ബാബുവിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നവർ പറഞ്ഞിരുന്നതും അത് തന്നെയാണ്. DMKക്ക് അനുകൂലമായിട്ട് തമിഴ്നാട്ടിൽ സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനും ഫാക്ടേഴ്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഘട്ടത്തിൽ പ്രകടമാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ വരുമ്പോൾ ഒരു തരംഗം ഉണ്ടാവണമെങ്കിൽ സ്ത്രീ വോട്ടർമാർ ഒന്നടങ്കം LDFിനെ ഉപേക്ഷിച്ച് പോകണം. ആക്സിസ് ആണെങ്കിലും മറ്റുള്ള ഏജൻസികളാണെങ്കിലും നിലവിൽ അങ്ങനൊരു ഭരണവിരുദ്ധ വികാരം സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ ഇല്ല എന്നുള്ളതിൻ്റെ സൂചനയാണോ? നമ്മൾ നോക്കൂ, ആക്സിസ് മൈൻഡിയുടെ സർവേയുടെ കണക്ക് പ്രകാരം പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ വോട്ടർമാർ സ്ത്രീ വോട്ടർമാർ LDFിൽ നിൽക്കുന്നുള്ളതായിട്ടാണ് ആക്സിസ് മൈൻഡിൻ്റെ സർവേ പറയുന്നത്. ഇതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ ആ പോയിന്റിൽ വെച്ച് നോക്കിയാൽ ഒരു തരംഗമില്ലെങ്കിൽ ഞാനിപ്പോഴും പറയുന്നു, സ്റ്റിൽ ഐ ബിലീവ് ഭരണമെടുപ്പ് കൊണ്ട് ഭരണം മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയം.